Hi dear students, welcome back to Sociology online class. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് തേർഡ് ചാപ്റ്റർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, സാമൂഹിക സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്ന പാഠഭാഗമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യൻ ജനസംഖ്യയുടെ ഘടന, ഇതിൽ നമ്മൾ വ്യത്യസ്തമായ തിയറി, അതുപോലെ കോമൺ കൺസെപ്റ്റ്സ്, സെക്സ് റേഷ്യോ പോലെയുള്ള പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞു. അവസാന ഭാഗത്തിൽ നമ്മൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിൽ വ്യത്യസ്തമായ സാമൂഹിക സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം, സൊസൈറ്റി അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്നുള്ളത് നോട്ട് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് സെപ്പറേറ്റ് ഓർ അൺറിലേറ്റഡ് ഇൻഡിവിജ്വൽസ്, വ്യത്യസ്തരായ വ്യക്തികളുടെ ഒരു കൂട്ടം മാത്രമല്ല സമൂഹം എന്ന് പറയുന്നത്. എന്താ സമൂഹം? സൊസൈറ്റി ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ബട്ട് ഇന്റർലിങ്ക്ഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ക്ലാസസ്. വ്യത്യസ്തരും എന്നാൽ പരസ്പരം ബന്ധിതവുമായ പല സമുദായങ്ങളുടെയും പല വർഗങ്ങളുടെയും ഒരു കൂട്ടമാണ് എന്ത്? സമൂഹം അല്ലെങ്കിൽ പോപ്പുലേഷൻ, ജനസംഖ്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, സാമൂഹിക ബന്ധങ്ങളും സാമൂഹിക സ്ഥാപനങ്ങളുമാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ സോഷ്യൽ റിലേഷൻസ് ഒക്കെയാണ് ഈ സമുദായങ്ങളെയും അതുപോലെ തന്നെ ഈ വർഗങ്ങളെയും ഒക്കെ നിലനിർത്തുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡിസ്കസിങ് അബൌട്ട് 3 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ. ഏതൊക്കെയാണത്? കാസ്റ്റ്, ട്രൈബ്, ഫാമിലി, ജാതി, ഗോത്രം, കുടുംബം എന്നീ പ്രധാനപ്പെട്ട 3 സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ജാതി അല്ലെങ്കിൽ എന്താണ് ജാതി സിസ്റ്റം എന്ന് നോക്കാം. കാസ്റ്റ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം, ജാതി സമ്പ്രദായം. നമുക്കറിയാം, കാസ്റ്റ് ഈസ് ആൻ ആൻഷ്യന്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ജാതി എന്നുള്ളത് ഒരു പുരാതന സാമൂഹിക സ്ഥാപനമാണ്. ഫോർ ദി 1000 of years it has been an integral part of Indian history and culture. ഇന്ത്യൻ ചരിത്രത്തിൻ്റെയും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ത്? ജാതി എന്നുള്ളത്. ഒരുപാട് കാലങ്ങളായി, ആയിരക്കണക്കിന് വർഷമായി ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നാണ് ജാതി എന്നുള്ള സ്ഥാപനം. നമുക്കറിയാം, ഈ കാസ്റ്റ് ഓൾസോ എക്സിസ്റ്റ് ഇൻ കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റി. ജാതി എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. ആദ്യകാലത്തും ഇന്ത്യയിൽ ജാതി നിലനിന്നിരുന്നു. ഇന്നും ഇന്ത്യയിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? ജാതി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 2 castes. ഒന്നേതാ? കാസ്റ്റ് ഓഫ് ഇന്ത്യാസ് പാസ്റ്റ്. അനദർ വൺ കാസ്റ്റ് ഓഫ് ഇന്ത്യ പ്രസന്റ്. പുരാതന കാലത്തും ഇന്ത്യയിൽ ജാതി നിലനിന്നിരുന്നു. ഇന്നത്തെ കാലത്തും ഇന്ത്യയിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? ജാതി നിലനിൽക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വാട്ട് ആർ ദി ചേഞ്ചസ് ഒക്കേർഡ് ഇൻ കാസ്റ്റ് സിസ്റ്റം ബൈ ടൈം. കാലാകാലങ്ങളായിട്ട് ജാതി വ്യവസ്ഥയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ജാതി എന്നുള്ളത് അല്ലെങ്കിൽ ജാതി എന്ന സ്ഥാപനം ഇന്ത്യയിൽ ആദ്യകാലത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആദ്യകാലത്തും ഇന്നും ജാതിക്ക് ഒരേ സ്വഭാവമാണോ? അല്ല, അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചർച്ച ചെയ്യാനുണ്ട്? കാസ്റ്റ് ഇൻ ദി പാസ്റ്റ്. ജാതി ഭൂതകാലത്തിൽ, ഇന്ത്യയുടെ പഴയ കാലത്ത് ജാതി എങ്ങനെയായിരുന്നു നോക്കാം നമുക്ക്. ഈ കാസ്റ്റ് എന്നുള്ളത് ഫൗണ്ട് ഓൺലി ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രം കാണുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ് ഇത്. കാസ്റ്റ്, ജാതി എന്നുള്ളത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ്. എക്സാക്ട് ഫോം ഓഫ് കാസ്റ്റ് സിസ്റ്റം cannot be
ഫൗണ്ട് നോവെയർ ഇൻ ദി വേൾഡ്. ഈ ജാതി എന്നുള്ളത് അല്ലെങ്കിൽ ജാതിയുടെ യഥാർത്ഥ രൂപം ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ എവിടെയും കാണാൻ സാധിക്കൂല. ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു സാമൂഹിക സ്ഥാപനമാണിത്, ജാതി എന്നുള്ളത്. ഈ ജാതി സിസ്റ്റം എന്നുള്ളത് ഇന്ത്യയിൽ ഒരുപാട് കാലങ്ങളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ഏറ്റവും സുപ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളിലൊന്നാണ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് ഈസ് ദ ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹിന്ദു സൊസൈറ്റി. ജാതി എന്നുള്ളത് ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സ്ഥാപനമാണ്. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് കൺഫേൺഡ് ടു ഹിന്ദു സൊസൈറ്റി. ഹൈന്ദവ സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ജാതി എന്നുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ സ്പ്രെഡ് ടു നോൺ ഹിന്ദു കമ്മ്യൂണിറ്റീസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖ്സ്. ഹൈന്ദവ സമുദായങ്ങളല്ലാത്ത മുസ്ലിം, ക്രൈസ്തവ, സിഖ് മതവിഭാഗങ്ങളിലേക്കും എന്ത് വ്യാപിച്ചിട്ടുണ്ട്? ജാതീയത വ്യാപിച്ചിട്ടുണ്ട്. ദ ഇംഗ്ലീഷ് വേർഡ് കാസ്റ്റ് originated from Portuguese word casta means pure breed. ശുദ്ധ ഇനം എന്നർത്ഥം വരുന്ന പോർച്ചുഗീസ് പദമായ കാസ്റ്റ എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് പദമായ കാസ്റ്റ് എന്നുള്ള പദം ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ജാതി എന്നുള്ളത്, കാസ്റ്റ് എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് ആണ്, സ്ഥാപനപരമായ ഒരു ക്രമീകരണം. ഇവിടെ ജാതീയതയിൽ സമൂഹത്തെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രമീകരണത്തിനാണ് എന്ത് പറയുന്നത്? ജാതീയത എന്ന് പറയുന്നത്. ഈ ഒരു ക്രമീകരണത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടു ഇൻഡിക്കേറ്റ് ദിസ് അറേഞ്ച്മെന്റ്, ഇന്ത്യൻ ലാംഗ്വേജിൽ ജാതി അതുപോലെ തന്നെ വർണ്ണ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു അറേഞ്ച്മെന്റ്, ഒരു സമൂഹത്തെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടുള്ള ക്രമീകരണം, ഈ ഒരു ക്രമീകരണത്തിനാണ് ജാതീയത എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭാഷകളിൽ ജാതി എന്നും അതുപോലെ വർണ്ണ എന്നും ഉപയോഗിക്കുന്നുണ്ട്. ജാതി, വർണ്ണ ഓഫൺ യൂസ്ഡ് ആസ് സിനോണിംസ്. പലപ്പോഴും ഈ ജാതിയും അതുപോലെ വർണ്ണ എന്ന പദവും പര്യായ പദങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരേ മീനിങ്ങിലുള്ള വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ദേ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്. അവക്ക് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. വർണ്ണ സിസ്റ്റം നമുക്കറിയാം, വേദിക് കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു സിസ്റ്റമാണ് വർണ്ണ സിസ്റ്റം. അതായത് വേദിക് സൊസൈറ്റി ഡിവൈഡഡ് ഇൻറ്റു 4 കാറ്റഗറീസ്: ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ഈ ഒരു ഡിവിഷന്, ഒരു സമൂഹത്തെ 4ആയി തരംതിരിച്ച 4-fold സൊസൈറ്റി, ഈ ഒരു അല്ലെങ്കിൽ 4-fold ഡിവിഷൻ, ഈ ഒരു ഡിവിഷന് മാത്രം പറയുന്ന പേരാണ് വർണ്ണ എന്നുള്ളത്. എന്നാൽ ഇന്ത്യൻ ഭാഷകളിൽ ജാതി എന്ന പദവും എന്തിനുപയോഗിക്കുന്നുണ്ട്? ഈ ഒരു വിവേചനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ജാതി എന്നുള്ളതും അതുപോലെ വർണ്ണ എന്നുള്ളതും ഒരേ അർത്ഥത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇന്ത്യൻ ഭാഷകളിൽ. റിയലി ഈ 4 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു സിസ്റ്റത്തിനാണ് ശരിക്കും എന്ത് പറയുക? വർണ്ണ എന്ന് പറയുന്നത്. എന്നാൽ ജാതി എന്നുള്ളത് ഒരു ജനറൽ ടേമാണ്. ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെയോ സസ്യങ്ങളുടെയോ ഏതൊരു വിഭാഗത്തിനെയും സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ജാതി എന്ന് പറയാം. എന്നാൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒരു കൂട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് വർണ്ണ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വർണ്ണ എന്നുള്ള ടേം എന്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ? ഇന്ത്യൻ സമൂഹത്തിൽ വേദിക് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ആ വേദിക് കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഈ 4-fold ഡിവിഷൻ, സമൂഹത്തെ 4ആയി തരംതിരിക്കപ്പെട്ടില്ലേ, ആ ഒരു സമ്പ്രദായത്തിന് മാത്രം പറയുന്ന പേരാണ് വർണ്ണ സിസ്റ്റം. അപ്പോൾ വർണ്ണ സിസ്റ്റം എന്നുള്ളതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ 4 വിഭാഗങ്ങൾ. എന്നാൽ ജാതി എന്നതുകൊണ്ട് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ 4 വിഭാഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും ജാതി എന്ന് പറയുന്നുണ്ട്. അതല്ലാത്ത അർത്ഥത്തിലും എന്തുപയോഗിക്കാം? ജാതി എന്നുള്ള പദം ഉപയോഗിക്കാം. അപ്പോൾ
വർണ്ണ സിസ്റ്റം ഒറിജിനേറ്റഡ് വേദിക് പീരീഡ്. വേദിക് കാലഘട്ടത്തിലാണ് വർണ്ണ സിസ്റ്റം ഉയർന്നു വന്നത്. ഈ വർണ്ണ സിസ്റ്റത്തെ അല്ലെങ്കിൽ വേദിക് കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഈ 4 ഫോൾഡ് ഡിവിഷൻ അല്ലെങ്കിൽ 4 കാറ്റഗറീസ് ഓഫ് എ സൊസൈറ്റി, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ 4 വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വർണ്ണ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അതായത് വർണ്ണ എന്നുള്ളത് അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ജാതി എന്നുള്ളത് അതിനും ഉപയോഗിക്കും, അല്ലാത്തതിനും ഉപയോഗിക്കും. ഇവിടെ സിഗ്നിഫിക്കൻറ്റ് സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ വർണ്ണ സിസ്റ്റം. ജനസംഖ്യയുടെ പ്രധാനപ്പെട്ടതായ ഒരു വിഭാഗം എന്തിൽ ഉൾക്കൊള്ളുന്നില്ല? വർണ്ണ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്നില്ല. നമുക്കറിയാം ഹൈന്ദവ സമൂഹത്തിൽ മാത്രം നിലനിന്നിരുന്ന ഒന്നാണ്. അപ്പോൾ ഈ ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യ, ശൂദ്ര ഇവരല്ലാത്ത ഔട്ട്കാസ്റ്റ്, ജാതിക്ക് പുറത്തുള്ളവർ, അതുപോലെ ഫോറിനേഴ്സ്, അന്യനാട്ടുകാർ, അതുപോലെ തന്നെ അടിമകൾ, ഇവരെയൊക്കെ സൂചിപ്പിക്കുന്ന പദമായിരുന്നു പഞ്ചമാസ്. ജാതി, വർണ്ണ എന്നീ പദങ്ങൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു വർണ്ണ എന്നുള്ളത് ഈ ഒരു 4 ഫോൾഡ് ഡിവിഷനെ, ബ്രാഹ്മിൺസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇതിനെ മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വർണ്ണ എന്നുള്ളത്. എന്നാൽ ജാതി എന്നുള്ളത് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാത്തവയെ സൂചിപ്പിക്കാൻ വേണ്ടിയും എന്തുപയോഗിക്കാം? ജാതി എന്നുള്ളത് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കറിയാം വർണ്ണ എന്നുള്ളത് ഓൾ ഇന്ത്യ സിസ്റ്റമാണ്, അഖിലേന്ത്യാ സിസ്റ്റമാണ്. ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യ, ശൂദ്ര, ഇത് ഇന്ത്യൻ സമൂഹത്തിൽ മുഴുവനായിട്ട് കാണപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ജാതി എന്നുള്ളത് ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായിരിക്കാം. ജാതി എന്നുള്ളത് റീജിയണലാണ്. റീജിയണൽ ഡിഫറൻസ് അതിലുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അനദർ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ജാതി ആൻഡ് വർണ്ണ, ജാതിയുടെയും വർണ്ണ എന്നീ പദങ്ങൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം ഫൗണ്ട് ഇൻ ദി നമ്പർ. വർണ്ണ എത്ര ഉണ്ടാവുള്ളൂ? 4 ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യ, ശൂദ്ര, ഈ ഒരു കാറ്റഗറീസിന് മാത്രമാണ് വർണ്ണ എന്ന് പറയുക. എന്നാൽ ജാതി എന്നുള്ളത് വ്യത്യസ്തമായിരിക്കാം. ഒരുപാട് ജാതികളുണ്ട്. വ്യത്യസ്തമായ കാസ്റ്റ്, അതുപോലെ സബ് കാസ്റ്റ്, ജാതികളും ഉപജാതികളൊക്കെ ഒരുപാടുണ്ട്. എന്നാൽ വർണ്ണ എന്നുള്ളത് എത്രയേ ഉള്ളൂ? ഓൺലി 4 കാറ്റഗറി. വർണ്ണ എന്ന് പറയുന്നത് ഈ 4 കാറ്റഗറി മാത്രമേ ഉള്ളൂ. എന്നാൽ 1000 ഓഫ് കാസ്റ്റ് ആൻഡ് സബ് കാസ്റ്റ് ഉണ്ട്. ജാതികൾ ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളും ഉണ്ട്. അതുപോലെ തന്നെ there are different opinions about exact age of caste system. ജാതിയുടെ, അതായത് ജാതി എന്ന് ഉടലെടുത്തു എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. നമ്മൾ പറഞ്ഞു ജാതി, വർണ്ണം എന്നീ പദങ്ങളുടെ അർത്ഥത്തിനിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെ ജാതി എന്ന് ഉടലെടുത്തു എന്നതിനെക്കുറിച്ചും, അതായത് എക്സാക്ട് ഏജ് ഓഫ് കാസ്റ്റ് സിസ്റ്റം, അതിനെക്കുറിച്ചും പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ജനറലി അഗ്രീഡ് ഈ കാസ്റ്റ് സിസ്റ്റം ഒറിജിനേറ്റഡ് ബിഫോർ 3000 years, ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജാതി സിസ്റ്റം ഉത്ഭവിച്ചത് എന്നത് പൊതുവായി സമ്മതിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ കാസ്റ്റ് സിസ്റ്റം ഒറിജിനേറ്റഡ് ലേറ്റ് വേദിക് പീരീഡ്. ലേറ്റ് വേദിക് പീരീഡിലാണ്, അതായത് ഋഗ്വേദ കാലഘട്ടത്തിൻ്റെ അന്ത്യകാലത്തിലാണ് ഈ ജാതി സിസ്റ്റം ഉത്ഭവിക്കുന്നത്. ആ കാലത്ത് കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത് നോട്ട് റിജിഡ്, ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അവിടെ ഈ 4 കാറ്റഗറി ആയിട്ട് ജനങ്ങൾ വേർതിരിക്കപ്പെട്ടിരുന്നു എന്നതല്ലാതെ അതിൻ്റെ സ്വഭാവം, ഇതിൻ്റെ ഉത്ഭവകാലത്ത്, ജാതിയുടെ ഉത്ഭവകാലത്ത് അതിൻ്റെ രീതി എന്തായിരുന്നില്ല? സ്ട്രിക്റ്റ് ആയിരുന്നില്ല. അതായത് ജനങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഒരു ജാതിയിൽപ്പെട്ട ആൾക്ക്, അതായത് മൂവ്മെൻറ്റ് ഫ്രം വൺ കാസ്റ്റ് ടു
അതർ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ നിന്നും മറ്റൊരു വിഭാഗത്തിലേക്ക് ജനങ്ങൾക്ക് എന്താവാൻ സാധിക്കുമായിരുന്നു? മാറാൻ സാധിക്കുമായിരുന്നു. ജനങ്ങൾ പൊതുവെ മാറുമായിരുന്നു. ആദ്യകാലത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മറ്റൊരു വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ നോട്ട് ഡിറ്റർമൈൻഡ് ബൈ ബർത്ത്, ജാതി എന്നുള്ളത് ജനനം കൊണ്ടായിരുന്നില്ല നിർണയിക്കപ്പെട്ടിരുന്നത്. അതായത് ഒരു ഉയർന്ന അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് എന്തിലേക്ക് മാറാൻ കഴിയുമായിരുന്നു? ആദ്യകാലത്ത് മറ്റൊരു ജാതിയിലേക്ക് മാറാൻ കഴിയുമായിരുന്നു. മൂവ്മെന്റ് എന്നുള്ളത്, ഒരു ജാതിയിൽ നിന്നും മറ്റൊരു ജാതിയിലേക്കുള്ള ചലനം എന്നുള്ളത് ആദ്യകാലത്ത് കോമൺ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആദ്യകാലത്ത് ഈ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളത് എന്തായിരുന്നില്ല? വാസ് നോട്ട് റിജിഡ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒന്ന് ആയിരുന്നില്ല. ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു വിഭാഗത്തിൽ ജനിച്ച ആൾക്ക് മറ്റൊരു വിഭാഗത്തിലേക്ക് മാറാൻ കഴിയില്ല എന്നതുണ്ടായിരുന്നില്ല. ഒരു വിഭാഗത്തിൽ നിന്നും മറ്റൊരു വിഭാഗത്തിലേക്ക് മാറാൻ കഴിയുമായിരുന്നു. എന്നാൽ പിന്നീട് പോസ്റ്റ് വേദിക് പീരീഡിൽ ജാതി വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതിൽ ഒരു ജാതിയിൽ നിന്നും മറ്റൊരു ജാതിയിലേക്ക് മാറാൻ കഴിയാതെ, അതായത് ജാതി സിസ്റ്റം എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. ഇങ്ങനെ വ്യത്യസ്തമായ മാറ്റങ്ങൾ ജാതി സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിൽ ജാതിയുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം, ജാതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ജാതി എന്താണ്? ഇന്ത്യയിൽ ആദ്യകാലം മുതലേ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ജാതി സിസ്റ്റം. എന്നാൽ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഈ കാലാകാലങ്ങൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ എവിടെ സംഭവിച്ചിട്ടുണ്ട്? ജാതി സിസ്റ്റത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ജാതി, വർണ്ണ. ജാതി എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും അല്ലെങ്കിൽ മറ്റു സസ്യങ്ങൾ, മറ്റു മൃഗങ്ങൾ, ഇവയുടെയൊക്കെ ഒരു വിഭാഗത്തിന് നമ്മൾ എന്തുപയോഗിക്കാം? ജാതി എന്ന പദം ഉപയോഗിക്കാം. എന്നാൽ വർണ്ണ എന്നുള്ള പദം എന്തിനു മാത്രമേ ഉപയോഗിക്കുള്ളൂ? ഫോർ ഡിവിഷൻസ് ഓഫ് സൊസൈറ്റി, ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെയുള്ള 4 വിഭാഗങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്തുപയോഗിക്കുന്നത്? വർണ്ണ എന്ന പദം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ജാതിക്കും വർണ്ണ എന്ന പദത്തിനും ഇടയിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ.